നമസ്കാരം. മുഖം കറുക്കുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു. ഈ 3 പ്രോബ്ലംസും നമ്മൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്ത വളരെയധികം വീഡിയോസ് ഇതിനകം വന്നു കഴിഞ്ഞു. അതായത് മുഖം കറുത്തു വരുന്നവർ, അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ, അതുപോലെ തന്നെ ശരീരം മെലിയുന്നതിനുള്ള മാർഗങ്ങൾ, അത് ശരിയാക്കാനുള്ള മാർഗങ്ങൾ, മുടി കൊഴിയുന്നതിനുള്ള, ഇതൊക്കെ ഞാൻ തെളിവുകൾ സഹിതം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന ഫേസൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 3 വിഷയങ്ങളിലും വളരെയധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ 3 പ്രോബ്ലംസും ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചികിത്സാ പ്രക്രിയയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഇതെങ്ങനെയാണ് ഞാൻ ശരിയാക്കുന്നതെന്ന് പലരും അതിശയിക്കുന്നുണ്ടാവാം. പക്ഷേ ഞാൻ ഒരു 25 വർഷമായിട്ട് ഇതിൽ എൻ്റേതായിട്ടുള്ളൊരു റിസർച്ച് നടത്തി അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയ ഇൻഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ചികിത്സിക്കുന്നത്. പക്ഷേ ഈ ഒരു 3 കാര്യങ്ങളും, ഈ ഒരു 3 വിഷയങ്ങളും കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയ്ക്കാണ് ഇത്രയധികം അധികരിച്ചു കണ്ടത്. കാരണം മറ്റൊന്നുമല്ല, കൊറോണ തന്നെയാണ്. അതിനു മുമ്പ് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു മുഖം കറുത്തു വരിക എന്ന് പറയുന്നത് വല്ലപ്പോഴും, അത് മാത്രമേ കാണുള്ളൂ. അതിനോടൊപ്പം ഇപ്പോൾ ശരീരം മെലിയുകയോ മുടി ഒഴിയുകയോ അങ്ങനെ ആ ഒരു കോമൺ സിംറ്റംസ് ഒരുമിച്ച് ഒരു പേഷ്യൻറ്റിൽ കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ മുടി ഒഴിയുന്നവർക്ക് നോക്കുമ്പോൾ അവരുടെ ശരീരം മെലിഞ്ഞു പോകുന്നു, അത് മുഖം കറുക്കുന്നു, അതുപോലെ വയറിനും പ്രോബ്ലം കാണും. മിക്കവാറും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും, വയറിൻ്റെ പ്രശ്നങ്ങളും ഇതിനോടൊപ്പം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ പല അസുഖങ്ങളുടെയും ഒരു എക്സ്പ്രഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട്. പ്രത്യേകിച്ചും ഗട്ട് മൈക്രോബ്സ്, ഞാൻ എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സൂക്ഷ്മാണുക്കൾ, വയറിനകത്തുള്ള സൂക്ഷ്മാണുക്കൾ, അവയുടെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യമാണ് ഈ ഒരു അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എനിക്കിത് ശരിയാക്കാൻ പറ്റുന്നത്, ഇത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ 3 അസുഖങ്ങളും ഒരുമിച്ച് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 1, പലപ്പോഴും പ്രമേഹത്തിലും ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ആ പ്രമേഹത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാജുവലായിട്ട് ശരീരം മെലിഞ്ഞ് വരും. ആദ്യം പെട്ടെന്ന് തന്നെ ഒരു മെലിച്ചിൽ കാണും. അപ്പോൾ അതിനുവേണ്ടി മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പം ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ടാബ്ലറ്റ്സ് ഏൽക്കാതെ വരും. അപ്പോൾ ഇൻസുലിനേക്ക് പോകും. ഇൻസുലിൻ എടുക്കുന്ന സമയത്തും വളരെ ഫാസ്റ്റായിട്ട് വണ്ണം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് വണ്ണം പതുക്കെ കുറയാൻ തുടങ്ങും. അതായത് മസ്കുലർ വേസ്റ്റിംഗ്, അത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. അപ്പോൾ ശരീരം മെലിഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ ഒരു ഇമാസിയേഷൻ, അതായത് കാണുമ്പോൾ ഞാൻ പല പേഷ്യൻസിനെയും എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവർ ഇൻസുലിൻ എടുക്കുന്നവരാണെന്ന്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അവരുടെ ഫേസും അവരുടെ ഈ കൈകാലുകളുടെ ആ ഒരു എന്താ പറയുക, മെലിഞ്ഞു പോവുക, മസിലൊന്നും ഇല്ലാത്തതുപോലെ തോന്നും. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷനിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമുക്ക് തോന്നും. മെലിഞ്ഞിരിക്കുന്നു, മുടി ഒഴിയുന്നു, അതുപോലെ ശരീരം മെലിയുന്നു, കറുത്തു വരുന്നു. അപ്പോൾ അത് മാറ്റി നിർത്താം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വന്ന ഈ പ്രശ്നങ്ങൾ, 4 വർഷമായിട്ട് വന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം തൈറോയ്ഡ് ഗ്ലാൻഡ് തന്നെയാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തന വൈകല്യം, അതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ റിഫൈനിങ് പ്രോഡക്ട്സ്, അത് തന്നെ ഉപ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കൽ, അതായത് സിന്തറ്റിക് കെമിക്കലാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അയഡിൻ. അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. നാച്ചുറൽ അയഡിനാണ് ശരീരത്തിന് ഇഷ്ടം. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, തൈറോയ്ഡ് ഗ്ലാൻഡിന് വേണ്ടത് നാച്ചുറൽ അയഡിനാണ്, തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ അതിന് പകരം ഈ ആർട്ടിഫിഷ്യൽ അയഡിൻ കയറുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ്. അങ്ങനെയാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെതിരെയുള്ള TPO ആൻറ്റിബോഡീസ്, TG ആൻറ്റിബോഡീസ് ഇവയൊക്കെ ഉണ്ടാവുന്ന, IgA ആൻറ്റിബോഡീസ് ഇവയൊക്കെ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഈ കയറുന്ന കൊറോണ എന്ന് പറയുന്ന ഒരു വിഷവസ്തു എന്ന് തന്നെ പറയാം, അത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞ് വയറിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സൂക്ഷ്മാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ലിവറിൻ്റെ ഫങ്ഷനിങ് ഡിസബിലിറ്റി, ലിവറിൻ്റെ പ്രവർത്തന വൈകല്യവും അവിടെ ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തൈറോക്സിൻ, ഹൈപ്പോതൈറോയിഡിസം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അവ ഒരു ഭാഗത്ത്. രണ്ടാമതുള്ളത് വൈറ്റമിൻ ഡിയുടെ കുറവ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്
ഗ്ലൂട്ടാത്തയോണിൻ്റെ ഡെഫിഷ്യൻസി, ഗ്ലൂട്ടാത്തയോൺ കുറയുന്നു. അത് ഗ്ലൂട്ടാത്തയോണും നമ്മുടെ ലിവറിലാണ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്ലൂട്ടാത്തയോൺ കുറയുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്? കറുത്തു വരിക, നമ്മുടെ ശരീരത്തിനകത്ത് മെലാനിൻ പിഗ്മെൻറ്റ് കൂടി വരിക, ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു വരിക. അപ്പോൾ ഇതും ലിവറിൻ്റെ ഒരു ഫങ്ഷനിങ് ഡിസബിലിറ്റി ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് നന്നായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്താണ് ഈ ഒരു ചികിത്സാക്രമത്തിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ തൈറോയിഡ് പ്രോബ്ലം വരുന്നു, അതുപോലെ തന്നെയാണ് കൊറോണയുടെ ഇഷ്യൂസ്. ഇവയൊക്കെ കാരണങ്ങളായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. പിന്നെ ശരീരം മെലിയുകയും മുഖം കറുക്കുകയും മറ്റുള്ള മുടി കൊഴിയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ, മുടി കൊഴിയുന്നതിന് വൈറ്റമിൻ ഡി ഒരു കാരണമാണ്. അതോടൊപ്പം മെലിയുക എന്ന് പറയുമ്പോൾ മാൽ അബ്സോർപ്ഷൻ, വയറിനകത്തുള്ള ഇവരുടെയൊക്കെ നമ്മൾ ബ്ലഡ് പരിശോധിക്കുമ്പം IgE ആൻറ്റിബോഡീസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ എന്താണ് കാര്യം? സൂക്ഷ്മാണുക്കളുടെ അഭാവം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തന വൈകല്യം വയറിനകത്തുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യാതെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരം മെലിഞ്ഞു പോകും. പോഷകങ്ങൾ ശരീരത്തിൽ കിട്ടിയാൽ മാത്രമല്ലേ വണ്ണം വയ്ക്കുകയുള്ളൂ. വണ്ണം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ല ഒരു പുഷ്ടി ഉണ്ടാവുകയുള്ളൂ. അത് നഷ്ടപ്പെടുന്നു. അതാണ് ഇതിന് ഒരു 1-2 വർഷത്തിനിടയ്ക്ക് തന്നെ പലർക്കും 10-15 കിലോ ആണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണത്തെ മാറ്റിക്കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. കാരണം എന്തൊക്കെയാണ്? ഇപ്പം ഇതിനകത്ത് പറയുമ്പം നമ്മൾ കാരണം IgE ആൻറ്റിബോഡീസ് കൂടുന്നത്, ആൻറ്റി-TG, ആൻറ്റി-TPO ആൻറ്റിബോഡീസ് കൂടുന്നത്, അതുപോലെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണുന്നത് തൈറോയ്ഡ് നോഡ്യൂൾസ് കാണുക. തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ നോഡ്യൂൾസ്, വലുതും ചെറുതുമായ നോഡ്യൂൾസ് ഉണ്ടാവുക. അത് ടിറാഡ്സ് 1, 2, 3, 4 വരെ ആവുക. 4 വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് കാഴ്സനോജനിക് ആകാനുള്ള സാധ്യത ഏറെയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി അത് പെട്ടെന്ന് സർജറി കൊണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതും നമുക്ക് തീർച്ചയായും അതിൻ്റെ കാരണം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ പ്രശ്നങ്ങൾ ടിറാഡ്സ് 4-ൽ നിന്നും ഞാൻ ഈ ഇടയ്ക്ക് ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക് അത് ടിറാഡ്സ് 2 ആയി മാറിയ ശരിക്കും തെളിവുള്ള കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ഈ നേരത്തെ എപ്പോഴും പറയുന്ന കാര്യം, നാച്ചുറലായിട്ട് നമ്മൾ യു ഹാവ് ടു ഗോ ബാക്ക് ടു നേച്ചർ. പ്രകൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോയേ പറ്റൂ. പ്രകൃതിജന്യമായ ഭക്ഷണങ്ങൾ കഴിക്കണം. ഇതിപ്പം ഈ ഉപ്പിൻ്റെ കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഉപ്പ് മാറ്റുമ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ പരിപോഷിപ്പിക്കാൻ, അതായത് ഇതിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തന ശേഷി കൂട്ടാനുള്ള നാച്ചുറൽ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. കുർക്കുമിൻ, അശ്വഗന്ധ, അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ക്യാപ്സ്യൂൾ, ബ്ലാക്ക് ക്യുമിൻ, ബ്ലാക്ക് സീഡ് ഓയിൽ, അങ്ങനെ പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇവയൊക്കെ ഭക്ഷണത്തിൽ നിന്നെടുക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ മരുന്നാവുന്നത്. കാരണം ശരീരത്തിന് വേണ്ടത് പ്രകൃതിജന്യമായ നാച്ചുറലായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാവുമ്പോൾ നമ്മൾ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യുകയാണ്, സപ്രസ് ചെയ്യല്ല, ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യുകയാണ്. കറക്റ്റ് ചെയ്യുക വഴി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഈ പറയുന്ന 3 ലക്ഷണങ്ങളും കറക്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം ഈ 3 ലക്ഷണങ്ങളെയും ഒരുമിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും ഒരു അഡ്മിഷനും കൂടെ ആവശ്യമാണ്. ആ അഡ്മിഷനിൽ നമുക്ക് ഉള്ള ചികിത്സാ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇത് എങ്ങനെ ശരിയാക്കുമെന്ന് ഒരു 10-15 ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എന്നെ വന്ന് കണ്ട് ശരിയാക്കുന്നത്. അപ്പോൾ അവരറിയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൂടെയാണ് അറിയുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ചികിത്സാ പ്രക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ഒരു എബൌട്ട് 10 മുതൽ 14 തരം ചികിത്സകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫേസിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ഫേസ് പാക്കുകളുണ്ട്. ഈ നാച്ചുറൽ എന്നുള്ള വാക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നിങ്ങൾ ഈ കെമിക്കൽ കണ്ടൻസ് ഉള്ള ക്രീമോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ പാക്കുകളും ഒക്കെ തന്നെ നാച്ചുറലായിരിക്കണം. അത് നമ്മൾ അങ്ങനത്തെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് തന്നെ എത്രയോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലും അത് തന്നെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹെയർ പാക്കുകൾ, അവയൊക്കെ തന്നെയും നേരത്തെ ഏത്തപ്പഴം, അതുപോലെ തന്നെ മുട്ട, ഗ്രാമ്പൂ പൗഡർ, കോഫി പൗഡർ, പിന്നെ വെണ്ടയ്ക്കയുടേത് എത്ര എണ്ണം ഉണ്ട്. അതുപോലെ കറിവേപ്പില ചേർത്തിട്ടുള്ളത്, കറിവേപ്പില അരച്ച് ചേർക്കുക. ഇങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങളിലെല്ലാം പോഷകങ്ങളും നന്നായിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്. അവയൊക്കെ കൂടെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യും.
അതുപോലെ തന്നെയാണ് ക്ലെൻസിങ്ങും ഡീറ്റോക്സിഫിക്കേഷൻ പാർട്ടും ശരിയാക്കും. അത് മുഖത്തിനും ആവട്ടെ തലയുടെ ആപ്ലിക്കേഷനും ആവട്ടെ, രണ്ടും ഒരേപോലെ തന്നെ. അതോടൊപ്പം തന്നെയാണ് വയറിനകത്തുള്ള മൈക്രോഫ്ലോറയുടെ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിന് വീഡിയോ നമ്പർ 315 സർവ്വരോഗസംഹാരിയായ ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ഒരു വീഡിയോയിലുള്ള 2 തരം പിക്കിളുകൾ തീർച്ചയായും ഉണ്ടാക്കി നിങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രശ്നമുള്ളവർ കഴിച്ചേ പറ്റൂ. അതൊന്ന് ക്യാബേജ് വെച്ച് സോർക്രാറ്റ്. ഇപ്പോൾ പലരും ഒരു ചോദ്യം ഇങ്ങോട്ട് എത്രയോ പ്രാവശ്യം അതിന് ഉത്തരം ഞാൻ എഴുതിയിരിക്കുന്നു. ക്യാബേജ് കഴിക്കാൻ പറ്റുമോ മാഡം, ക്യാബേജ് കഴിക്കാൻ പറ്റുമോ? ക്യാബേജ് അല്ല ഇവിടെ വില്ലനാവുന്നത്, മനസ്സിലാകും. ഈ ഉപ്പാണ്. ക്യാബേജിനകത്തിരിക്കുന്ന ഓക്സലേറ്റ് കണ്ടൻറ്റ് അയഡിനെ അബ്സോർബ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും തൈറോക്സിൻ ഗുളിക കഴിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നവുമല്ല. കാരണം തൈറോക്സിൻ ഗുളികയായിട്ട് തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അതിനകത്ത് അത് ഇപ്പോൾ ക്യാബേജിനകത്തിരിക്കുന്ന ഒരു ഓക്സലേറ്റ് കണ്ടൻറ്റ് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട, അതിനെ ആ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വയറിനകത്തുള്ള മൈക്രോഫ്ലോറയുടെ ഫുഡ് കൊടുക്കുക, അത് ആണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ഫുഡാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ സോർക്രാറ്റും പിക്കിൾഡ് വെജിറ്റബിളും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ് ഇവയൊക്കെയാണ് വയറിനകത്തെ ഈ പ്രോബയോട്ടിക്സിനുള്ള പ്രീബയോട്ടിക്സ്. അത് ഫൈബറാണ്, ആ നാരുകളടങ്ങിയ ഭക്ഷണം. അപ്പോൾ അത് തന്നെ നമ്മൾ വേവിച്ച്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. വേവിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായും ഈ പ്രോബയോട്ടിക്സ് നഷ്ടപ്പെടും, പ്രീബയോട്ടിക്സ് നഷ്ടപ്പെടും, മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മൾ ഫ്രഷായിട്ട് ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിളും ഒക്കെ തന്നെയും അങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ള ഡ്രിങ്ക് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരീരം തുടുക്കാനെന്ന് പറഞ്ഞിട്ട്, അതാണ് ഈ വണ്ണം വയ്ക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്. അതും അധികം വേവിക്കാതെയുള്ള ഭക്ഷണങ്ങളാണ്. ഏത്തപ്പഴം, നല്ല പഴുത്ത് പറഞ്ഞ ഏത്തപ്പഴം, ഈന്തപ്പഴം, അതുപോലെ നട്ട്സ് എല്ലാം തന്നെ തലേ ദിവസം കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ചേർക്കണം. തേങ്ങാപ്പാൽ, ഓർഗാനിക് ജാഗറിയോ അല്ലെങ്കിൽ കരുപ്പട്ടിയോ ഒക്കെ കൂടെ ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഐസ്ക്രീം പോലെ ഇരിക്കും. ഇത് നിങ്ങൾ 2 നേരം കഴിച്ചു നോക്കുക. എല്ലാ പോഷകങ്ങളും അതിനകത്തുണ്ട്. ഈ മൈക്രോഫ്ലോറയുടെ ഫുഡും കൂടെയാണ്. അപ്പോൾ എന്ത് പറ്റും? മൈക്രോഫ്ലോറ നന്നായിട്ട് വളർന്ന് വികസിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ ന്യൂട്രിയൻസ്, ഈ പോഷകങ്ങളെല്ലാം അബ്സോർബ് ചെയ്യുകയും നിങ്ങൾക്ക് അസുഖങ്ങൾ മാറുകയും നിങ്ങൾ ശരീരത്തിന് നല്ല പ്രസന്നതയും പ്രസരിപ്പും കൂടുതൽ വെയിറ്റും ഒക്കെ ഉണ്ടാകും, നല്ല നിറവും ഉണ്ടാകും. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആ ശരീരം തുടുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും കഴിയുന്നതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാവുന്നതാണ്. അപ്പം ഈ ഒരു രീതി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഹോസ്പിറ്റലിൽ ഇതേ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. കൂടാതെ ബോഡിയിൽ അത്രയും നാൾ കയറിയ ടോക്സിൻസിനെ എടുത്തു കളയാനുള്ള ഒരു ക്ലെൻസിങ് ഡിറ്റോക്സിഫിക്കേഷൻ കൂടെ നടത്തുന്നുണ്ട്. അത് നാച്ചുറോപ്പതിക് പ്രൊസീജിയേഴ്സും ആയുർവേദിക് പ്രൊസീജിയേഴ്സും. എൻ്റെ കീഴിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ അതുപോലെ അക്യൂപങ്ക്ചറിൻ്റെ കാര്യങ്ങൾ, അതോടൊപ്പം ഫുഡ് തെറാപ്പിയുടെ ഡിവിഷനാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പേഷ്യൻസിനുള്ള എന്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്കുള്ളൊരു അപ്രോച്ച്, ഇതിന് പറയുന്നതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്, ഹോളിസ്റ്റിക് തെറാപ്പി. അപ്പം ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഈ 3 വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ ഹോളിസ്റ്റിക് തെറാപ്പി കൊണ്ടേ പറ്റൂ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിറയെ ടെസ്റ്റിമോണിയൽസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമാണ് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി. ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ഞാനത് കാണിച്ചു കൊടുക്കും, എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. മുടി വളർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽസ് വെച്ച് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മുടി വളർച്ച 1 മാസത്തിൽ തെളിവുകൾ സഹിതം ഡോക്ടറുടെ ഒറ്റമൂലി, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളവർ ഫോണിൽ ബന്ധപ്പെടുക. നമുക്ക് തീർച്ചയായും അതിന് സൊല്യൂഷനുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഹോസ്പിറ്റൽ അഡ്മിഷനൊന്നും ആവശ്യമില്ല. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്യാം, ഓഫ്ലൈൻ കൺസൾട്ടേഷൻ ചെയ്യാം. എൻ്റെ വീട്ടിൽ വന്നോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകര, അവിടെയാണ് എൻ്റെ പേരൻറ് ഹോസ്പിറ്റൽ, അവിടെ വന്ന് കാണാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.